ഓണം റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്തി. അന്ന് ഓണം വിന്നറായി മാറിയിട്ടുള്ള ചിത്രമായിരുന്നു RDX എന്ന ചിത്രം. RDX എന്ന ചിത്രത്തിന്റെ സമയമായിട്ട് നഹാസ് ഹിദായത്ത് ഏറ്റവും പുതിയ സംവിധാനം ചെയ്തിരിക്കുന്നത് ദുൽഖറിന് വേണ്ടി ഒരു ചിത്രമാണ്. ചിത്രത്തിന്റെ പേരായി വരുന്നത് ഐ ആം ഗെയിം എന്നാണ്. ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങുന്നത് ഈ വരുന്ന മെയ് 3 മുതലാണ്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിൽ ആന്റണി വർഗീസ് ഉണ്ടായിരിക്കുമെന്ന്. ഈ ഒരു ചിത്രത്തിന് നടക്കാൻ പോകുന്ന ആദ്യത്തെ 2 ഷെഡ്യൂളിൽ ആന്റണി വർഗീസിന്റെ പോർഷൻസ് ആണ് ഷൂട്ട് ചെയ്യുക എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ദുൽഖർ ഈ ഒരു ചിത്രത്തിലോട്ട് ജോയിൻ ചെയ്യുക ജൂൺ ജൂലൈ മാസമൊക്കെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. ഈ ഒരു ചിത്രം അടുത്ത വർഷമാണ് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അജയന്റെ 2ാം മോഷണം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള ജിതിൻ ലാൽ ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് പൃഥ്വിരാജിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതൊരു സയൻസ് ഫിക്ഷൻ ചിത്രമായിരിക്കുമെന്നാണ് ചിത്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ഒരു കൂടുതൽ അപ്ഡേറ്റിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2007 തിയേറ്ററിലേക്ക് റിലീസിനെത്തി. അന്ന് ലാലേട്ടൻ വേഴ്സസ് മമ്മൂക്ക എന്ന് പറഞ്ഞ ക്ലാഷ് റിലീസായി എത്തിയ ചിത്രമാണ് ചോട്ട മുംബൈയും ബിഗ് ബി എന്ന ചിത്രം. ബിഗ് ബി എന്ന ചിത്രം ഇപ്പോൾ വലിയ ഫാൻസ് പവർ ഉണ്ടെങ്കിലും അന്ന് പരാജയപ്പെട്ടു പോയി. അതിന് കാരണം ലാലേട്ടനെ ചോട്ട മുംബൈ എന്ന ഒറ്റ ചിത്രമാണ്. ഈ ഒരു ചിത്രം അന്ന് ചെറിയൊരു ഓളമൊന്നും അല്ലായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ രീതിയിൽ തന്നെ അന്ന് തരംഗമായി മാറി സൂപ്പർ ഹിറ്റ് വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു ചോട്ട മുംബൈ എന്ന ചിത്രം. ഈ ഒരു ചിത്രം വീണ്ടും റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്തുമ്പോൾ നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രം ഈ വരുന്ന മെയ് 21 വേൾഡ് തിയേറ്ററിലേക്ക് റിലീസായി എത്തുമെന്ന് ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള രാഹുൽ ഏറ്റവും പുതിയ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രണവ് മോഹൻലാലിന് വേണ്ടി ഒരു ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്നലെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ജസ്റ്റ് 1 മാസം കൊണ്ടാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇതൊരു ഹൊറർ ചിത്രമായിരിക്കുമെന്നാണ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ചിത്രം ഉടനെ തന്നെ തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്നൊരു തമിഴ് ചിത്രം. ഈ ഒരു ചിത്രത്തിന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയം മുതൽ വളരെ മികച്ച റെസ്പോൺസ് ആണ് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്യു തോമസും അർജുൻ അശോകനും മഹിമ നമ്പ്യാരും സംഗീതമൊക്കെ പ്രധാന വിഷയത്തിലുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ബ്രോമൻസ് എന്ന ചിത്രം. തിയേറ്ററിലേക്ക് റിലീസിനെത്തി ഹിറ്റ് ലിസ്റ്റിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസ് ഇന്ന് സോണി ലൈവ് ആയിട്ട് നടന്നിരിക്കുകയാണ്. സിംബു നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ 49ാമത്തെ ചിത്രം. ഈ ഒരു ചിത്രത്തിൽ സന്താനം ഒരു പ്രധാന വേഷത്തിൽ എത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം ഈ വർഷം അവസാനമായിട്ട് അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമൊക്കെ ആയിട്ടാണ് ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്താനായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാനി നായകനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഹിറ്റ് ചിത്രത്തിന്റെ 3ാം ഭാഗം. ചിത്രം അത്യാവശ്യം നല്ലൊരു ഹൈപ്പിൽ തന്നെയായിരുന്നു തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം അടുത്തൊരു വലിയൊരു വയലൻസ് ചിത്രമൊക്കെ ആയിട്ടായിരുന്നു തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ റെസ്പോൺസ് ഒക്കെ വന്നപ്പോൾ ഒരു ആവറേജ് അഭിപ്രായമൊക്കെയാണ് ചിത്രത്തിന്റെ പ്രേക്ഷകരിൽ നിന്ന് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. തലവർ രജനീകാന്ത് നായകനെ ഒരു കിടിലം തലവർ രജനീകാന്തിന് കംബാക്ക് കൊടുത്തിട്ടുള്ള ചിത്രമായിരുന്നു നെൽസൺ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ജയിലർ എന്ന ചിത്രം. ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ചിത്രത്തിൽ കുറെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ കുറച്ച് റൂമറുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ റൂമർ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള സുരാജ് ചേട്ടനൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുമെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് റൂമർ ഇറങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ബാലയ്യ ഉണ്ടായിരിക്കുമെന്നും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ ഇറങ്ങിയിട്ടുണ്ട്. 2 ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ല എന്നാൽ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുള്ള അപ്ഡേറ്റും ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോസ്റ്റർ ചിത്രത്തിന്റെ ടീം ഉടനെ തന്നെ പുറത്തു വിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നടിപ്പിൻ നായകൻ സൂര്യയുടെ ഒരു കിടിലൻ കംബാക്ക് പ്രതീക്ഷിച്ച് ഇന്ന് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു റെട്രോ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് എല്ലാവരും വലിയൊരു പ്രതീക്ഷ തന്നെ കൊടുക്കാൻ 2 കാരണമുണ്ട്. ഒന്ന് കാർത്തിക് സുബ്രാജ് ചിത്രമാണ്. കൂടാതെ തന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലൊക്കെ വരുന്ന സൂര്യയുടെ മറ്റൊരു ചിത്രവും കൂടാതെ തന്നെ കങ്കുവയ്ക്ക് ശേഷം എന്തായാലും ഒരു കംബാക്ക് പ്രതീക്ഷിച്ച ഒരു ചിത്രമായിട്ടാണ് റെട്രോ എന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത്. റിലീസിനെത്തിയ ടൈം മുതൽ ഒരു എബോ ആവറേജ് റെസ്പോൺസ് ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിന്റെ തിയേറ്ററിൽ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ അപ്ഡേറ്റ് ഒക്കെ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് ഡേ കളക്ഷൻ ഒക്കെ ഈ ഒരു ചിത്രത്തെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം. ഈ ഒരു ചിത്രം ഇവരുടെ മെയ് 9 തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. നേരത്തെ ഈ ഒരു ചിത്രത്തിന്റെ റിലീസൊക്കെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിത്രത്തിന്റെ ടീം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് മാറ്റുമെന്നൊക്കെ പലവരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. തുടരും ചിത്രത്തിന് മികച്ച റെസ്പോൺസ് ഒക്കെ നേടാൻ സാധിച്ചു. ഇപ്പോഴും തിയേറ്ററിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പക്ഷേ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ചിത്രത്തിന്റെ റിലീസിന്റെ ഒരു മാറ്റമില്ലെന്നും ചിത്രം മെയ് 9 തന്നെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിരിക്കുകയാണ്. സെൻസർ ബോർഡിൽ നിന്ന് U സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ തിയേറ്ററിലേക്ക് റിലീസ് എത്തിയപ്പോൾ ബ്ലോക്ക് ബസ്റ്ററായി ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് തുടരും എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ശേഷം തരുൺ മൂർത്തി ഏറ്റവും പുതിയ സംവിധാനം ചെയ്തൊരുക്കാൻ പോകുന്ന ചിത്രം ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആസിഫലിയായിട്ടൊരു ചിത്രം വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ നായകന്മാരായി എത്തുന്നത് നെസ്ലിനും ഫാഗതും അർജുൻ ദാസും കൊടാന ഗണപതിയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേറ്റ് വന്നതോടെ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ ഒഫീഷ്യലി പുറത്തിറക്കിയിട്ടുണ്ട്. ടോർപിഡോ എന്നാണ് ചിത്രത്തിന്റെ ഒഫീഷ്യലായി ചിത്രത്തിന്റെ ടീം ഇപ്പോൾ പേര് നൽകിയിട്ടുള്ളത്. അങ്ങനെ ലാലേട്ടനും പൃഥ്വിരാജും തമ്മിൽ വീണ്ടും ഒരു കോംബോയിൽ ഒരു ചിത്രം വരാൻ പോവുകയാണ്.
പൃഥ്വിരാജ് സംവിധായകനായിട്ടും ലാലേട്ടൻ നായകനായിട്ടും ആ ഒരു ചിത്രമല്ല, രണ്ടുപേരും ഒരുമിച്ച് പ്രധാന വേഷത്തിൽ ഒരു ചിത്രത്തിൽ എത്താൻ പോവുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല, ജയ ഹേം, കൂടാതെ തന്നെ ഗുരുവായൂർ അമ്പലനാള പോലെ ചിത്രങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ വാഴ ചിത്രങ്ങളുടെയൊക്കെ റൈറ്ററൊക്കെ ആയിട്ടുള്ള ബിപിൻ ദാസ് ആയിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം ഒരു കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രമായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു പ്രൊജക്ടിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് പുറത്തിറങ്ങുകയാണെങ്കിൽ വലിയ രീതിയിൽ ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ചിത്രം കൂടി ആയി മാറുന്നതാണ്.